ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ റേഷനരി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. റേഷനരി അല്ലെങ്കിൽ വേഗത്തിൽ വെന്ത് കിട്ടുന്ന ഏത് പുഴുങ്ങലരി വെച്ചിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. റേഷനരി ആണെങ്കിലും ഈ ഒരു ബിരിയാണിക്ക് അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിയാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഈ അരി നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റേഷനരിയുടെ മണമെല്ലാം പോയിട്ട് നല്ലൊരു അരിയായിട്ട് തന്നെ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. ഞാനിപ്പോൾ ഇവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ ഒരു പച്ചമുളകിന് എരിവ് നല്ലോണം കുറവാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല എരിവുള്ളതാണെങ്കിൽ 2 എണ്ണം മതിയാവും. അധികമായാലും ഒരുപാട് എരിവായി പോകും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എരിവ് വേണ്ടത് അതിന് കണക്കായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 7-8 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ പകുതിയാക്കി വെച്ചതാണിത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ, അധികം അരഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിൽ തന്നെ നിങ്ങളിത് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ക്യാരറ്റ് വേണം. പിന്നെ 3 സവാളയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത്രയും പച്ചക്കറികൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഗ്രീൻ പീസോ കോളിഫ്ലവറോ അതുപോലെ ബീൻസ് അങ്ങനെ ഏത് പച്ചക്കറി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഒരു തക്കാളി കൂടെ വേണം. ചെറിയൊരു സൈസുള്ള തക്കാളി മാത്രം മതി, അധികമായാലും ഒരുപാട് പുളിയായി പോകും. അതുകൊണ്ട് ഈ ഒരു സൈസുള്ള തക്കാളി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ കുക്കറാണ് ഉപയോഗിക്കുന്നത്. ഈ കുക്കർ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യും കൂടെ ചൂടായി വന്നാൽ നമുക്കതിലേക്ക് മുറിച്ച് വെച്ചതിൽ നിന്നും പകുതി ഭാഗം സവാള ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സവാള വറുത്ത് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പോ മുന്തിരിയൊന്നും ഇപ്പം ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ നമുക്കിത് ഓയിൽ നിന്നും മാറ്റാവുന്നതാണ്. അധികം കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതേ ഓയിലിൽ തന്നെ ബിരിയാണിയുടെ ഹോൾ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പെരിഞ്ജീരകവും പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അധികം കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ള സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാള നല്ലോണം വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ തന്നെ നമുക്കിതിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം ഇനി. അപ്പോൾ ഇവിടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവായാലും നിങ്ങൾക്ക് ഇതിലേക്ക് തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിയും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഉടഞ്ഞു വരുന്ന രീതിയിലാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് തക്കാളി കൂടെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അധികം വലുതായാലും നമുക്ക് ഇതൊന്നും വേവാത്തതുപോലെ തോന്നും. അപ്പോൾ ഇതുപോലുള്ള ക്യൂബുകളായിട്ട് തന്നെ നിങ്ങൾ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതും കൂടെ ഒന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതെല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയാൽ ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അഥവാ നിങ്ങൾ നല്ല മുളക് പൊടിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂണിലും വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. കാരണം നമുക്ക് പച്ചമുളകിൻ്റെ എരിവാണ് ഇതിന് കൂടുതൽ നിൽക്കേണ്ടത്. ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ അളവ് കുറച്ചിട്ട് ചേർത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. 1 ടീസ്പൂൺ ഗരം മസാല ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയം കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം ചോറിനും കൂടിയുള്ള ഉപ്പ് നമ്മൾ ഈ സമയം തന്നെയാണ് ചേർക്കുന്നത്. ഇതൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഒരിക്കലും മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ഗ്യാസ് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വഴണ്ട് പച്ചമണക്കം മാറി വന്നാൽ
നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുതിന ഇല കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരി കൂടെ ഇതിലൊന്നിട്ട് വഴറ്റിയെടുക്കണം. ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അരി ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ബാക്കിയുള്ള സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 2 കപ്പ് ചേർത്തത്. അപ്പോൾ നിങ്ങൾ ഏത് അളവ് പാത്രമാണ് ഉപയോഗിക്കുന്നത് അതിൽ തന്നെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഈ ഒരു സമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ചോറിന് ഉപ്പ് പിടിക്കുള്ളൂ. ജസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കണം, അത്രമാത്രം. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതിൽ നിന്നും ഒരു 1/4 ഭാഗത്തോളം സവാള ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള സവാള നമ്മൾ അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 ഭാഗത്തോളം ഇതുപോലെ പൊടിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ചതിന് ശേഷം 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് 2 വിസിൽ വരുത്തിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 2 വിസിലായാലും നമുക്കിത് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ കുക്കർ തുറക്കാൻ നോക്കരുത്. ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കുക്കർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ബിരിയാണി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വിസിലിടുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. അതേ ഉള്ളൂ മെയിനായിട്ടുള്ള കാര്യം. നല്ല അടിപൊളി ബിരിയാണി തന്നെയാണിത്. എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്.